ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഗുഡ് മോർണിംഗിന് ഒരു പവർ ഇല്ലാത്ത? ജോലിയിലാണ്. ഇന്നത്തേക്ക് മാത്രം ഓട്സ് ആണ് കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയില്ല വേറെ? ഞങ്ങളുണ്ടാക്കിയില്ലേ, നിനക്ക് വേണ്ട, നിനക്ക് ഇത് മതി. ദോശയുണ്ട്, കടലക്കറി ഉണ്ട്, പഴങ്കഞ്ഞി ആണെങ്കിൽ പഴങ്കഞ്ഞി ഉണ്ട്. കുറച്ച് ദിവസം കൊണ്ട് ഹെവി ഫുഡ്, അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആക്കാന്ന് വിചാരിച്ചു. ഓട്സ്, പാല്, പഴം. പുറത്തുനിന്ന് തോനെ കഴിക്കുമ്പോഴുള്ളൂ കുഴപ്പം. പറയുന്ന നമ്മള് വല്ലപ്പോഴും അല്ലേ, എന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുവോ? അല്ല, എന്നും കഴിക്കില്ലല്ലേ. അന്ന് ഒരു ദിവസം രാവിലെ വൈകിട്ട് അന്ന് നമ്മള് പോയതല്ലേ. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയോ അവിടെ ആർച്ചിലൊക്കെ ഭയങ്കര വെള്ളം പറയുന്നു. അമ്മാമ്മേന്റെ അവിടെ ഇപ്പൊ എല്ലായിടത്തും ഫ്ലഡ് ഒക്കെ ആണ് കേട്ടോ. മെയിനായിട്ട് പത്തനംതിട്ട, റാന്നി സൈഡിലൊക്കെ ഫുള്ള് വീടൊക്കെ എല്ലാരും കാണുന്നില്ലേ. ഞാൻ ഒരു പാൻ മേടിച്ചായിരുന്നു, കണ്ടായിരുന്ന? ഇന്നലെ ലുലു പാർക്കിൽ കുറച്ച് സാധനം മേടിച്ചോണ്ട് വന്ന കേട്ടോ. ഇത് എന്റെ അമ്മ ഓണത്തിന് പുലികളി കളിക്കാൻ ഇന്നലെ ഞാൻ ഹാപ്പി ഇത് വെച്ച് പേടിപ്പിച്ചായിരുന്നു വന്നപ്പോ. അവന് പേടിയില്ല. വേണ്ട, ഇതാണ് കേട്ടോ പാൻ. അടപ്പില്ല, ഇങ്ങനത്തെ നല്ല കിടില സാധനം, നല്ല വെയിറ്റ് ആണ്. പക്ഷെ മറ്റേ പാനൊക്കെ ഇത് കണക്കത്തുള്ളത് മേടിക്കുന്നത് നല്ല. ഇതാകുമ്പോ ഇളവത്തില്ല, മറ്റേത് ഇളവ് പോകും. മറ്റേ പാന് കുറെ നാൾ കഴിയുമ്പോഴത്തേന് അതിന്റെ കോട്ടിങ് ഇളകി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് മേടിച്ചു. ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ. ഇത് ഏതാണ്ട് 3000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. പക്ഷെ ഇത് ഓഫർ എന്തോ ഉണ്ടായിരുന്നു. എനിക്കിത് കിട്ടിയത് 1750 രൂപയ്ക്ക് കണ്ട. ഞാൻ മേടിച്ച കുക്കർ 3000 രൂപ, 3279 രൂപയാണ് ഇതിന്റെ വില. അത് പിന്നെ ഇതിനൊക്കെ മേടിച്ചടേ വേണ്ട. ലൈറ്റർ ഇല്ലായിരുന്നു, ലൈറ്റർ മേടിച്ച്. പിന്നെ തവി, അതിനെ തിളക്കാൻ 2 തവി മേടിച്ച്. പിന്നെ ഇതെല്ലാം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനം. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാ, ചോക്ലേറ്റ് കേക്ക്. അതുണ്ടാക്കാം ഒരു ദിവസം. എങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റ് നോക്കി പഠിക്കണം, എന്നിട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഞാൻ. എന്നാ ഇത് അമ്മയ്ക്ക് ബാത്ത് ആൻഡ് ബോഡിയുടെ സ്പ്രേ. എനിക്കാണ് എന്ത് ഇത് ബോഡി ലോഷൻ, അതും ബാത്ത് ആൻഡ് ബോഡിയുടെ. എല്ലാം ബാത്ത് ആൻഡ് ബോഡിയാണ്. ബാത്ത് ആൻഡ് ബോഡിയാ. എത്ര? 2299 രൂപ. നിനക്ക് വട്ടാണ്. ഇത് സൂപ്പറാ. ഇത് മണം അടിച്ചു നോക്കുമ്പോ വേറൊരു മണം. അടിച്ചു നോക്കിയായിരുന്നല്ലേ അമ്മ? കണ്ടായിരുന്ന രാവിലെ? ഓ ഐശ്വര്യ, എന്നിട്ടാ അഭിനയിക്കുന്നായിരുന്നു? ഇല്ല, രാവിലെ അടിച്ചു നോക്കിയായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി അടിച്ചു. ഓ രാവിലെ അവിടെ ഇരുന്ന് എടുത്ത് നോക്കി, എന്നിട്ട് അവര് സ്പ്രേ, ബോഡി ലോഷൻ. ഇത് ബോഡി ലോഷൻ ആണെന്ന് ഞാൻ നോക്കിയൊന്നുമില്ല. നല്ല മണമാ. അത് ഞാൻ അടിച്ചത് മണം ഉണ്ടായിരുന്നു. ഞാൻ കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇത്. നല്ല മണം. പുറത്തൊക്കെ അത്യാവശ്യം പോകുമ്പോ 10 പേര് കൂടുതൽ തൂപ്പ് അടിക്കാം. ഇത് തുറന്ന ഇവിടെ ഞെക്കണം. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. ഇത് നല്ല മണം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അത് കൊണ്ടുവച്ചേരെ തേക്കണം കേട്ടോ. അത് വിലയുള്ളതാന്ന് വെച്ചിട്ട് കൈ തേക്കായിരിക്കല്ലേ. ഇതേ വേണം, അങ്ങനെയൊക്കെ ചെയ്യും. ഒത്തിരി വിലയുണ്ട്, അതുകൊണ്ട് എടുക്കണ്ട. ഡേറ്റും കഴിഞ്ഞ് നോക്കട്ടോ, കയ്യിലെ മണം നോക്കട്ടെ. അയ്യോ അടിപൊളി, തിന്നാൻ തോന്നുന്നു. ഇന്നിപ്പോ മഴയൊന്നും ഇല്ല കേട്ടോ. കുറെ ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു. ഹാപ്പി തോന്നി. തുണിയൊക്കെ പറക്കി അവിടെ ഇട്ടേക്കുന്നു. ഞാൻ പോയിട്ടൊന്ന് താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി കുട്ടപ്പനാവട്ടെ. ഞാൻ കുറേ നാളായി മുടിയും താടിയും വെട്ടിയിട്ട്. അതിന്റെ കാണുന്നുണ്ട്. ഞാൻ തന്നെ ഇടയ്ക്ക് ഫുള്ള് ട്രിം ചെയ്തായിരുന്നു. പെട്ടെന്ന് വളരൂല്ലേ ഇനി ഇതിൽ വയസ്സായി. ഇതിലൊക്കെ കഷ്ടപ്പെടപ്പോഴാന്നറിയാവോ, ഇത് നര വരുമ്പോ. ഇനിയിപ്പൊ പതുക്കെ നരയൊക്കെ വരുമോ? ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നര വരും. അച്ഛന്റെ ഫുള്ള് നരയല്ലേ. ഇല്ല, അനാഥമായിട്ട് കിടക്കുന്ന വണ്ടി. എന്റെ കാടും ഒന്ന് കഴുകി വൃത്തിയാക്കണം. പോയിന്ന് താടിയും മുടിയൊക്കെ വെട്ടിയിട്ട് വരട്ടെ. എന്തൊരു സാധനം വന്നല്ലേ. കൊറിയറാ? എനിക്കെന്തൊരു ഹോട്ടലെ കൊണ്ടുവന്നു.
ചെറിയ എന്തെങ്കിലും അമ്മ എന്തെങ്കിലും സാധനം നോക്കിയായിരുന്ന? ഇപ്പൊ വലിയ വണ്ടിയൊക്കെ വരുമ്പോഴേ ടെൻഷനാണ്. ഞാൻ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ഞാൻ വല്ലയിടത്ത് നോക്കിയായിരുന്നാ? നോക്കിയായിരുന്നു. ഭാഗ്യം. ഞാൻ വിചാരിച്ചു അമ്മ എന്തരാണ്ട് നോക്കിയെന്ന്. ഞാൻ നോക്കിയായിരുന്നു ഇന്നാളിങ്ങനെ ടി ഓർഡർ ചെയ്തില്ല അന്ന്. ഞാൻ വിചാരിച്ചു അന്ന് ക്യാൻസൽ ആയി പോയി 2 മാക്സി. ഞാൻ അളവൊക്കെ കറക്റ്റ് ഇതിലൊക്കെ ഞെക്കി നോക്കിയതാ. അപ്പൊ അതുകൊണ്ടൊക്കെ ചെയ്താൽ മതി. ഇതൊരു ഷൂസ് ആണ് കേട്ടോ, US പോളോന്റെ ഒരു ഷൂവും. പിന്നെ ഹാപ്പിക്കുട്ടിന് ഞാൻ ഒരു ടോയ് മേടിച്ചായിരുന്നു. പൊട്ടിച്ചു നോക്കാം. പിടിച്ചേ ഹാപ്പിക്കുട്ടാ, എന്റെ കളിപ്പാറ്റം. ഹാപ്പിക്കുട്ടിന്റെ കളിപ്പാറ്റമാണേ. മനസ്സിലായി. നീ എത്ര കളിപ്പാട്ടം മേടിച്ചിട്ട് കാര്യമില്ല. ഇവന് ഇത് 2 ദിവസത്തേക്കേ ഉള്ളു. ഒരു കോഴിയെ മേടിച്ചു, അതിനിപ്പോ കഴുത്തും ഇല്ല കാലും ഇല്ല. എടുത്ത് മാറ്റി വെച്ച അവൻ തിന്നുന്ന പ്ലാസ്റ്റിക്. അത് ഇത് പൂച്ചയ്ക്കും കളിക്കാം. പൂച്ചയുടെ ആണോ പട്ടിക്കുട്ടീന്റെ? രണ്ടുപേർക്കും കളിക്കാം. ഇതൊക്കെ ചാർജ് ഒക്കെ കുത്തിയിടുന്നതാണല്ലോ. ഹാപ്പി ചാർജ് കുത്തിയിട്ടോളൂ. അയ്യോ ഇതേണ്ട ഒരു പ്ലഗ് ഒക്കെ ഉണ്ട്, ചാർജിനൊക്കെ കുത്തിയിടാൻ പറ്റും. എന്തോ ഒരു സാധനം ഇപ്പൊ എറുത്തടിച്ച് മരിക്കുമെന്ന് തോന്നുന്നു. എടേ അത് കറങ്ങുന്നു. താനെ കറങ്ങുന്ന എടേ ഇത് താനെ കറങ്ങുന്നു. അവർക്ക് താനെ കളിക്കാം. ഇത് താനെ ഓടുന്നേ. അത് കൊള്ളാലേ. ഒരു താനെ ഓടും. ബാ ഹാപ്പിക്കുട്ടാ. അളി ഇത് വർക്കാവൂല അളിയാ. ഇവ എടുത്തോണ്ട് പോയി. ഇവ തിന്നും ഇത്. ഇത് പൂച്ചയ്ക്ക് മാത്രമേ വർക്കാവൂ കേട്ടോ. പോയിട്ടോ. കിങ്കി എങ്ങനെ ഉണ്ടല്ലയാ ഹെയറ്? സൂപ്പർ. ബാക്കിലൊരു വീതുളി ഉണ്ട്. പിന്നെ പണിയാണ്. പണ്ട് പഴശ്ശിരാമനെ വഴി പറഞ്ഞപ്പോ ഒരു പീസ് ഇതുവഴി പോയിട്ട് കറക്റ്റ് പറഞ്ഞ സിംഗമായി കയറിപ്പോയി അസിംഗമായി ഇറങ്ങി. വെട്ടിക്കോളമാക്കിയേട്ടാ. കൊഴപ്പില്ലല്ലേ? ഇത് കാണിച്ചേ. ഇത് വീതുളി. എന്താ ത്രികോണോ? ഇവൻ മറ്റേ ഡിവൈഡറും പ്രൊട്ടക്ടറും എടുത്ത് സെറ്റ് ചെയ്ത് ത്രികോണം ഉണ്ടാക്കി. ഈശ്വര, ഇന്ന് എല്ലാരും ഊക്കാൻ മേടിച്ചിട്ടല്ലേ. ഇന്ന് തെര ഞാനാണല്ലോ ദൈവമേ. എന്നെ സത്യത്തിൽ എല്ലാരും കൂടെ പ്ലാൻ പണിയതാ. അസിംഗം ഇങ്ങനെ ഇടൂല. അതായത് ഈ വി കണക്ക് ഇങ്ങനെ ഞാൻ ഇടൂല. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത്. പക്ഷെ ഇത് ഇത്രയും ഇതെങ്ങനെ ആക്കാ? മുട്ട അടിക്കാൻ ഞാൻ പിന്നെ സീറോ പിന്നെ എന്തുവാ? അല്ല, ഞാൻ വണ്ണാണ് ഉദ്ദേശിച്ചത്. വണ്ണിട്ട് പുതിയ ഇങ്ങനെ കേറ്റി ഇങ്ങനെ. അതായത് ഇവിടെ ആന്ധ്ര മെസ്സിന്ന് എഴുതാം. അല്ല, ആന്ധ്ര മെസ്സിന്ന്. ആന്ധ്ര മെസ്സി പെട്ടെന്നങ്ങ് വളരുമായിരിക്കുമല്ലേ? ഇത് 2 ദിവസം കഴിയുമ്പോ കുറ്റിയാവത്തില്ലേ? വളരും. ഭയങ്കര മെസ്സി. അളിയനോട് വിട്ട് ബാ. എനിക്ക് പ്ലാൻ ആളിന്റെ ബാഗ് നോക്കട്ടെ. ഇതിലും പോയാലും വൃത്തിയാത്. സൈഡ് നോക്കുമ്പോ ഇവിടുന്ന് കുഴപ്പമില്ല. ഇതും ഓക്കെയാണ്. ഇതും ഓക്കെയാണ്. പക്ഷെ ടോട്ടലി നോക്കുമ്പോ അസിംഗം. നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാം കേട്ടാ. ഒരു ബട്ടർഫ്ലൈ കഷ്ടപ്പെടുന്നു പറക്കാൻ. ഫ്ലൈ അതെ, ഹെൽപ്പ് ചെയ്യടേ. എപ്പാവളയാ അതൊന്നാതെ കുറച്ച് നാളെ ജീവിക്കും. പിന്നെ കോച്ചിങ്ങിന് വിട്ട് വന്നിരിക്കുക. പറഞ്ഞു.
നോക്കടി സ്റ്റൈല് നോക്കടി. ഇന്നത്തെ ഞാൻ അളിയിൽ തരുവാ. ഞാൻ എടുത്ത് ഇല്ല, ഇനി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ആയിപ്പോയി. തലയുടെ ഇവിടുന്ന് തടവുമ്പോഴേ എൻ്റെ സ്കള്ളിന്റെ ഷേപ്പ് എനിക്ക് അറിയാൻ പറ്റുന്നു. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റ് അത് മനസ്സിലാവുന്നത്. ഒബ്ലാങ്കട്ടയുടെ ഭാഗവും അത് പുറത്ത് നോക്കുമ്പോഴും ആ ഒരു തലയോട്ടിയുടെ ഷേപ്പ് ഈ എവല്യൂഷൻ സംഭവിക്കുന്നത് ഈ ആദിമ മനുഷ്യൻ, അതായത് കുരങ്ങിൽ നിന്ന് ചിമ്പാൻസിൽ നിന്ന് മനുഷ്യനാവുന്ന സമയത്ത് കള്ളിനകത്തൊരു സാധനമുണ്ട്. ഇല്ല കാണത്തെ ആ സ്കള്ളും അതും ഇതും സെയിം. ആ ഒരു ചളുക്കോ ഇത് പണ്ട് മാമിയുടെ കയ്യിൽ നിന്ന് തറയുണ്ടോ വെളിയ തൊട്ട് ചാട്ടിയപ്പോ പിറ്റേ പിടിച്ച വീതിളി ചോദിച്ചു എത്ര എല്ലാരും ഇത് കോപ്പി അടിക്കും. ആരും ഈ സ്റ്റൈൽ, എന്റെ സ്റ്റൈൽ ആരും കോപ്പി അടിക്കില്ല. ഇത് ആരും കോപ്പി അടിക്കത്തില്ല. ഇവിടെ എഴുതാൻ പോവാ എന്റെ പേര്. തോനെയുണ്ടല്ലേ, ഒത്തിരി സ്ഥലമുണ്ട്. ചടയമംഗലം എഴുതാം, അഡ്രസ്സും എഴുതാം. വീട്ടിൽ ചെന്ന് കയറുന്ന കാര്യമുണ്ടോ പാട്. ചിരിക്കൂലേ? ഇല്ലളിയാ, ആർക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നേ നമ്മളിത് കോമഡി ആയിട്ട് കാണുന്നോണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇത് സത്യം സീരിയസ് ആയിട്ട് ഇത് ഭയങ്കര സൂപ്പറാണ്. അവനവന്റെ കഴിവ് കാണിച്ചു. ഞാൻ ബാക്കിലത്തെ കണ്ടില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോ ഓക്കെ ആയിരുന്നു. ബാക്കിൽ ഗ്ലാസ്സിലല്ലോ അവിടെ വെട്ടുന്ന കാണത്തില്ല. സൈഡിൽ നിന്ന് അടിപൊളി. സൈഡിൽ നിന്ന് കൊള്ളാല്ലേ? ആ ഗ്ലാസ് അടച്ച് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. മുടി ഒതുക്കി ഷാമ്പു, മുടി ഷാമ്പൊക്കെ ഇട്ടോ? ഷാമ്പു ഇട്ട് മുടി വെട്ടി കുറച്ച് വേറെന്തൊരു പ്രത്യേകത, ബാക്കൊക്കെ ഇട്ട് അത് ഫ്രണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കൊക്കെ ഇട്ട് ബാക്ക് തിരി ഇല്ല. മുട്ടക്കോഴിയാ. കോഴി മുട്ടയൊക്കെ ഇട്ടാന്റെ വാലൊക്കെ പൊടിഞ്ഞു പോകല്ലോ ഒരു സമയമാകുമ്പോ. അത് കറക്റ്റല്ലേ? അത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. നമ്മൾ ഈ വീട്ടിട്ട് വളർത്തുന്ന മറ്റേ കൂട്ടിനകത്തിട്ട് വളർത്തുന്ന കോഴി, ചുമന്ന കോഴി ഉണ്ടല്ലേ, അത് മുട്ടയൊക്കെ ഇട്ട ഒരു സമയമാകുമ്പോ അതിന്റെ ഒരു അടിയിലത്തെ രോമെല്ലാം പൊഴിഞ്ഞു. അപ്പൊ ഇതുണക്കെ ഇരിക്കുന്നു. അയ്യേ മുട്ടക്കോഴി. ഇനി അങ്ങനെ വെച്ചാൽ മതി, പേര് പറ്റി, കൊച്ചു എന്നുള്ള പേര് പറ്റി പൊട്ടു. നീ ഇങ്ങനെ വെട്ടാൻ പറഞ്ഞാണ്? ഇല്ലമ്മ, ഈ അമ്മ ജീവനാമ്മ പറഞ്ഞ അങ്ങനെ വെട്ടാൻ. അത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇവിടെ വരെ. അപ്പൊ ഇവിടെ എല്ലാം മുടിയുണ്ട്. ഇവിടെ വെച്ച് ഇങ്ങനെ ആക്കി കളഞ്ഞു. ഇല്ല, ഇത് കുഴപ്പമില്ല. അയ്യേ, മൊത്തത്തിൽ ഞാൻ മുട്ട അടിച്ചുകൂടായിരുന്ന. എന്റെ മുടി എടുത്തിട്ടില്ല, പിറപ്പൊടി എടുത്തിട്ടില്ല. അവിടെ ഇരുന്ന് കൊറേ ചിരിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി പുറത്ത് വന്നായിരുന്നു. നീ എനിക്ക് വയ്യ വരുമല്ലേ, അപ്പോഴത്തേനൊക്കെ വളരുമല്ലേ. അല്ല ഇത് പിന്നെ ആരെയും വരുമ്പോ കൊച്ചിന് ഇങ്ങനെ പക്ഷെ ഫ്രണ്ടിലൊന്നും അറിയത്തില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോ ഓക്കെ അല്ലേ? ഇത് ഓക്കെയാണ് ഇപ്പോഴേ. ഇത് ഓക്കെയാണ് ഇവിടെ വരെ ശരി, വളരെ കറക്റ്റ്. തിരിഞ്ഞ ഇതിന് എന്തിനു ചെയ്യുള്ളൂ? അവനെ കൊണ്ട് വല്ല ചെയ്യിച്ചാലേ നമുക്ക്. ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല. ശവം നല്ലോണം വെട്ടുന്ന. അല്ല ഇപ്പൊ ഇത് തലയോട്ടിയുടെ ഷേപ്പ് കറക്റ്റ് അറിയുന്നുണ്ടല്ലേ? എന്നാലും ഇത് ഇങ്ങനെയല്ല വെട്ടേണ്ടത്. ഇങ്ങനെ സ്റ്റെപ്പ് ആക്കി കുറച്ച് ഫെയ്ഡ് ആക്കി വെട്ടാം. ഫെയ്ഡ് അടിച്ചോണം വെട്ടാം. പക്ഷെ ഇത് ഒറ്റയടിക്ക് അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ വിശേഷം. Okay guys, like this video, like, share and subscribe. ഇല്ല നീ എവിടെ ഓടുവാ? പെട്ടെന്ന് തീർക്കുന്നു. ഇല്ല പിന്നെ എവിടെ അടിക്കാൻ ഇവന്റെ വിഗ് അല്ലേ? വിഗ് ഊരടാ. അയ്യോ, എവിടെ ഇടയ്ക്ക് വെച്ച് ബാക്കിൽ വെട്ടിയായിരുന്നു.
എനിക്ക് എവിടെ എത്താനും സത്യം യവന്മാരെടുത്ത് ഇന്ന ഞാൻ ഓർമ്മ വരുന്നു മാറി നോക്കി എന്നൊക്കെ മൂട് പോയാളിയാ ഇങ്ങനെ മറ്റേ സാധനത്തിന്റെ പേര് മമ്മു ഒരു വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ ആ അത് കറക്റ്റ് ഇല്ലേ? അയ്യേ ബാക്ക് സൈഡ് നോക്കിയിരിക്കുന്ന അമ്മ ആ കോടാലിഞ്ഞ് എടുത്തിട്ടോ ഞാൻ ഇവിടെ ഇന്ന് ഞാൻ എനിക്ക് ദേഷ്യം വരുന്നു. അല്ലമ്മ അവിടെ ബാക്കിൽ ഗ്ലാസ് ഇല്ലമ്മ, അവിടെ ഫ്രണ്ടിൽ മാത്രമേ ഗ്ലാസ് ഉള്ളൂ, ബാക്കിലില്ല. അപ്പൊ ബാക്ക് എങ്ങനെ വെട്ടിയത് ഞാൻ കണ്ടില്ല. ഇല്ല കുറച്ച് ഇവ കുറെ കഴിഞ്ഞ് ഫ്രണ്ട് എല്ലാം വെട്ടി ഫുൾ കഴിഞ്ഞിട്ട് ഭയ്യ ഗ്ലാസ് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ നോക്കുന്നത് എന്റെ ആളാ. അച്ഛനാ ശ്രീതു എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്തിന് ചെയ്യാൻ വെട്ടിയും വെച്ച്. ഇല്ല കുഴപ്പമില്ല, അങ്ങനെ പറയത്തക്ക വിഷയമൊന്നുമില്ല. ടുഡേ ഈസ് വെരി ബാഡ് ഡേ. പക്ഷെ എനിക്ക് നല്ല ദിവസമായിരുന്നു, എനിക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റി. ഇത് ഫണ്ടേ ആയിരുന്നു. കുഴപ്പമില്ല, ഇത് പണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട്. പണ്ട് ഞാൻ പോയിട്ട് ഒരു ഹെയർ കളർ അടിച്ചായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ഹെയർ കളർ ട്രൈ ചെയ്തതാ. മൊത്തം വെള്ള. അത് ഇയാൾ എന്തിനാ വെള്ളം അടിച്ച്? അത് ഞാൻ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അജിത്ത നോക്കിയോ? അല്ലല്ല, അത് വെള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇല്ല എന്തിനാ പറയുന്ന ക്രീം കളർ ഇല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ച. ബട്ടർ സ്കോച്ച് ഒക്കെ ഇത് നരച്ചുപോയി. ഫുൾ നര. ഇത് പിന്നെ ഈ എണ്ണ അടിച്ച് കറുപ്പിച്ച്, പിന്നെ ഡൈ അടിച്ച് കറുപ്പിച്ച്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് പറ്റുന്നത്. അമ്മ മുട്ട അടിച്ചല്ലേ വെറൈറ്റി മീശം പഠിക്കണം. നിങ്ങളുടെ മുട്ട അടിക്കണം, ഞാൻ മീശ പഠിക്കണം, പുരികം പഠിക്കണം. വെട്ടണോ? നീ അങ്ങനെ എന്റെ അടുത്ത് വെച്ചാൽ ഞാൻ വെട്ടാനേ പടം ഇപ്പോഴാണ് കാണുന്നത്. എടാ ഇത്രയും മുട്ടയായി, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. പക്ഷെ ഓണത്തിനൊന്നും കിളിച്ച് വരൂല. ഓണമൊക്കെ വരും. അപ്പൊ മുട്ടയൊക്കെ പോയി അടിക്കോ? ഇല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത്. ഞാൻ ആർക്കും ഒരു ഇരയാവാതിരിക്കുവായിരുന്നു ഇല്ലേ കൊറേ നാള് അല്ലേ? നീ ഇത് വളരുന്ന വരെ ഇത് സീനാണല്ലോ. ക്യാപ്പ് വെക്കല്ലേ നിങ്ങൾ പുറത്തൊക്കെ വെച്ച് എന്നെ കാണുമ്പം അങ്ങനെ നോക്കല്ലേ ആരും. അയ്യേ അങ്ങനെ നോക്കരുത്. നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യാ, ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുക. പിന്നെ തിരിഞ്ഞത് ഞാനത് അറിയത്തില്ല ഇനിയിപ്പോ. വേറെ അല്ല, ഇത് അറിയല്ലേ, ഇത് യുണീക്കായി. ഞാൻ ഇനി അവൻ തിരിയുമ്പോ ഇനി ഇല്ല ഇതുകൊണ്ടൊക്കെ കാണും വരച്ചെങ്ങാണൊക്കെ വെച്ചാന്ന് തലയില്. വീതുളി ഉണ്ടോ? വീതുളി കണ്ടിട്ടുണ്ടോ? ബാക്ക് ബാക്ക് തിരിഞ്ഞാണ് ഈ ഫ്രണ്ട് കാണാൻ ഇങ്ങനെ നോക്കാവൂ. മുടി വെട്ടുന്ന പോലെ എനിക്കൊന്ന് കേറി ഇരുന്ന് വെട്ടിയെന്ന് തോന്നുന്നു. അച്ഛൻ മുടി വെട്ടുന്ന ഇതുപോലെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുടുംബത്തോട് ഈ സ്റ്റൈല് പിടിക്കാം. എന്ത് പറയുന്നു? എനിക്ക് അയ്യോ, ഞാൻ ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ അങ്ങ് ആയതാ. ഞാൻ കണ്ടില്ല ചേ, എനിക്ക് അബദ്ധം പറ്റിയത്. 2 ദിവസം ആയിട്ടോ കണ്ടോ. എപ്പോഴും കണ്ട ബോറടിക്കും. അത് നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓ പഴയ പിടിച്ച് എങ്ങും പോകാനും വയ്യ, വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അല്ലേ ഹാപ്പിക്കുട്ടൻ്റെ കളിപ്പാട്ടമൊക്കെ എന്ത് ചെയ്യും തിരിഞ്ഞല്ലേ? ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ. ബൈ പറ. ബൈ.